നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ദേശീയതയുടെ പ്രതീകവും സ്വതന്ത്ര ഭാരതത്തിന്റെ ആദ്യത്തെ കേന്ദ്ര നിയമമന്ത്രിയും ഭരണഘടനാ ശില്പിയും രാജ്യത്തെ മഹാഭൂരിപക്ഷം ജനതയുടെ ദേശീയ സാമൂഹിക വിമോചകനുമായ ഭാരതരത്നം ബാബാ സാഹേബ് ഡോക്ടർ BR അംബേദ്കർ മഹാപാരി നിർവ്വാണ ദിന അനുസ്മരണ സമ്മേളനവും നിർധന രോഗികൾക്കുള്ള ചികിത്സാ ധനസഹായ വിതരണവും ഇന്ന് കൊട്ടാരക്കര ഗാന്ധി ലെനിൻ കൾച്ചർ മിനി ഹാളിൽ വെച്ച് നടത്തി. ഫെഡറേഷൻ ഓഫ് SC/ST കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മഹാനായ ഡോക്ടർ BR അംബേദ്കറുടെ 67ാമത് പരിനിർവഹണ അനുസ്മരണ സമ്മേളനം കൊട്ടാരക്കര ഗാന്ധി ലെനിൻ ഓഡിറ്റോറിയത്തിൽ സമുചിതമായി ആഘോഷിക്കുകയുണ്ടായി. അതിൽ ഈ യോഗത്തിൻ്റെ അധ്യക്ഷയായി ശ്രീമതി ഓമന ശിവൻകുട്ടി അധ്യക്ഷത വഹിക്കുകയും അമ്പലപ്പുറം T. രാമചന്ദ്രൻ കൊല്ലം ജില്ലാ സെക്രട്ടറി സ്വാഗതം ആശംസിക്കുകയും അതുപോലെ ആമുഖ പ്രഭാഷണം മിസ്റ്റർ പ്രശാന്തൻ കുളക്കട നടത്തി. അതിനുശേഷം യോഗം ഉദ്ഘാടനം ചെയ്തത് ബഹുമാനപ്പെട്ട കൊട്ടാരക്കര നഗരസഭ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ വനജ രാജീവാണ് നിർവഹിച്ചത്. മുഖ്യപ്രഭാഷണം അഡ്വക്കേറ്റ് P. മുരളീധരൻ സാറും അതുപോലെ ആശംസാ പ്രസംഗങ്ങൾ ഓമനക്കുട്ടൻ KPMS താലൂക്ക് സെക്രട്ടറിയും അതുപോലെ പ്രകാശ് ബോധി ചെങ്കുളം, നീലേശ്വരൻ കൃഷ്ണൻകുട്ടി എന്നിവർ സംസാരിച്ചു. അതിനോട് അനുബന്ധിച്ച് നടന്ന അംബേദ്കർ അനുസ്മരണ കവിതാലാപനം ശ്രീ ആറ്റുവാശ്ശേരി സുകുമാരപിള്ള ഉദ്ഘാടനം ചെയ്യുകയും അത് നയിച്ചത് ശ്രീ അപ്സര ശശികുമാർ ആണ്. കവിതാവേദിയിൽ MB വിശ്വനാഥൻ, ചന്ദനത്തോപ്പ് സുജാത, രേണുക ഗണേഷ്, സുധ അശോകൻ, ദ്രാവിഡ ശ്രീധരൻ, നീലേശ്വരം കൃഷ്ണൻകുട്ടി, തുളസീധരൻ പെരുങ്കുളം എന്നിവർ പങ്കെടുത്തു. യോഗത്തിൽ മാലൂർ മുരളി കവി, ശ്രീമതി സുധാ ഗൗരി ലക്ഷ്മി കവിയത്രി, അടൂർ രാമകൃഷ്ണൻ കവി എന്നിവരെ ആദരിക്കുകയും അതുപോലെ ചികിത്സാ ധനസഹായം വിവേക് പെരുങ്കുളം ഹാർട്ട് പേഷ്യൻ്റായ ആ കുട്ടിക്ക് നൽകുകയും അതുപോലെ സ്ട്രോക്ക് വന്ന് കിടക്കുന്ന കവി വെളുന്നറൂർ കേശവനും ചികിത്സാ ധനസഹായം നൽകി. യോഗത്തിന് ശ്രീ ദ്രാവിഡ ശ്രീധരൻ കൃതജ്ഞത രേഖപ്പെടുത്തി.